ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അരവിന്ദന് 2 മക്കളാണ്. മൂത്തവൾ അഞ്ജന, ഇളയത് നമിത. അയാളുടെ ഭാര്യയാണ് രഞ്ജിനി. അഞ്ജന എംകോമിന് പഠിക്കുന്നു, നമിത ബികോമിനും പഠിക്കുന്നു. അരവിന്ദന് വയസ്സ് 55-നോടടുത്തു. അയാൾക്ക് കുടിയില്ല, വലിയില്ല, അങ്ങനെയുള്ള ഒരു ദുശീലവുമില്ല. എല്ലാവരോടും സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി. അയാളുടെ ഭാര്യ രഞ്ജിനിക്കും അയാളെ ഒരുപാട് വിശ്വാസമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അരവിന്ദൻ അയാളുടെ ഇളയമോൾ നമിതയുടെ കഴുകാനിട്ടിരുന്ന ഒരെണ്ണം അടിച്ചു മാറ്റി. നമിത അത് എല്ലായിടത്തും തിരഞ്ഞു നോക്കി, എവിടെയും കണ്ടില്ല. നമിത, അമ്മേ, കഴുകാനിട്ടിരിക്കുന്ന എൻ്റെ അത് കണ്ടോ? അമ്മ, എനിക്കെന്തിനാടി അത്? എവിടെയും കാണും, നീ നല്ലോണം നോക്ക്. അങ്ങനെ നമിത ഒന്നുകൂടെ ഒന്ന് നോക്കി, പക്ഷേ കിട്ടിയില്ല. പിന്നെ അവൾക്ക് അത് കിട്ടിയത് പിറ്റേന്നാണ്. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇന്നലെ കുറെ തിരഞ്ഞിട്ടും കാണാത്തതായിരുന്നല്ലോ, അവൾ ചിന്തിച്ചു. പിന്നെ അത് വിട്ടു. പിന്നീട് ഇത് പതിവായി. അവളുടെ കാര്യത്തിൽ മാത്രമല്ല, അഞ്ജനയുടെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ അവൾ അത് ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം. അഞ്ജനയുടെയും ഇതുപോലെ 1-2 സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ അത് ഒട്ടും കാര്യമാക്കിയിരുന്നില്ല, അമ്മയോടും പറഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ നമിത ആ കാഴ്ച കാണാനിടയായി. അതും പിടിച്ചു നിൽക്കുന്ന അച്ഛനെ അവൾ കണ്ടു. അത് കണ്ട് അവൾ ആകെ ഞെട്ടി. നമിത, അച്ഛൻ എന്തിനാ ഇതെടുത്തിട്ട് എന്ത് ചെയ്യുകയാ? അത് കേട്ടതും അയാൾ എല്ലാം ശരിയാക്കി വേഗം കട്ടിലിൽ നിന്നും എണീറ്റു. എന്നിട്ട് ഒരു പരികളോടെ അവളെ നോക്കി. അരവിന്ദൻ, അത് മോളെ. പിന്നെ അയാൾ എന്തു പറയണം എന്നറിയാതെ അവിടെ നിന്നും പറയും. അത് കണ്ടപ്പോൾ നമിതയുടെ ഹൃദയമിടിപ്പ് കൂടി. അയാൾ അത് അവൾക്ക് നേരെ നീട്ടി. അവൾ അതും വാങ്ങി അവിടെ നിന്നും തിരിഞ്ഞു നടന്നതും പെട്ടെന്ന് അയാൾ കയ്യിൽ പിടുത്തമിട്ടു. അവൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അരവിന്ദൻ, മോളെ, ആരും അറിയില്ല. അച്ഛൻ്റെ ഒരു ആഗ്രഹമല്ലേ? ഇതുപോലെ എത്ര കാലമെന്ന് വെച്ചാ ഇങ്ങനെ? ഒന്ന് തന്നൂടെ, ഞാനും സമ്മാനം തരാം. അത് കേട്ടതും നമിതയ്ക്ക് ആകെ വല്ലാതായി. അവൾ ഒന്നും മിണ്ടാതെ കൈ തട്ടിമാറ്റി അവിടെ നിന്നും പോയി. ആ സമയം രഞ്ജിനി എന്തോ ആവശ്യത്തിനായി തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അരവിന്ദന്റെ മനസ്സിൽ നമിത ഇത് ആരോടെങ്കിലും പറയുമോ എന്നുള്ള പേടിയായിരുന്നു. അവളെ സോപ്പിടാനായി അയാൾ അവളുടെ മുറിയിലേക്ക് ചെന്നു. പക്ഷെ മുറി പൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവളുടെ മുറിയുടെ ആ ഭാഗത്തെത്തി. പിന്നെ ജനാലയിൽ കൂടെ നോക്കി. അരവിന്ദൻ, മോളെ, സോറി ട്ടോ. അത് കേട്ടതും അവൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. നമിത, ആ സാരമില്ല അച്ഛാ. അരവിന്ദൻ, അച്ഛന് ഒരു അബദ്ധം പറ്റിയതാട്ടോ, ഇനി ഉണ്ടാവില്ല. ഇനി ഇതൊന്നും വേറെ ആരോടും പറഞ്ഞ് അവരെയും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. എന്തിനാ വെറുതെ നമ്മളായിട്ട് അവരുടെ സന്തോഷം കളയുന്നേ? നമിത, ആ ശരി അച്ഛാ, ഞാൻ പറയില്ല. അരവിന്ദൻ, ഓക്കെ മോളെ. അങ്ങനെ അതും പറഞ്ഞ് അയാൾ പോയി. അതോടെ എല്ലാം തീർന്നു എന്നാണ് നമിത കരുതിയിരുന്നത്. പക്ഷെ തീർന്നില്ല. പിന്നീടുള്ള അയാളുടെ വിളി ഫോണിൽ കൂടെയായി. അയാൾ ഇടയ്ക്കിടയ്ക്ക് നമിതയെ വിളിച്ചു. ഓരോന്ന് സംസാരിക്കുന്നതിനിടയിൽ ഈ കാര്യവും എടുത്തിട്ടു. പിന്നെ ഒരു തവണ മാത്രമല്ലേ, ഒന്ന് തന്നൂടെ, സമ്മാനം തരാലോ എന്നൊക്കെ പറഞ്ഞു. നമിത അതൊക്കെ അവഗണിച്ചു. പിന്നീടൊരിക്കൽ കോളേജ് വിട്ട് കഴിഞ്ഞ് വരാന്തയിലിരിക്കുമ്പോൾ നമിതയ്ക്ക് കോൾ വന്നു. അവൾ ഫോൺ എടുത്തു. അച്ഛനാണ് വിളിക്കുന്നത്. അത് കണ്ടതും അവൾ കോൾ കട്ട് ചെയ്തു. അപ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്തു. അങ്ങനെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. അരവിന്ദൻ, എന്താ മോളെ, ബിസി ആയിരുന്നോ? ക്ലാസ് കഴിഞ്ഞോ? നമിത, ആ കഴിഞ്ഞു അച്ഛാ, ഞാനിപ്പോൾ പുറത്തിരിക്കുക. അരവിന്ദൻ, പുറത്തിരിക്കുവാണോ? എന്താ, ബോയ് ഫ്രണ്ട് വല്ലതുമുണ്ടോ? നമിത, ഏയ് അതൊന്നുമില്ല അച്ഛാ. അരവിന്ദൻ, മടിക്കേണ്ട, ഉണ്ടെങ്കിലും പറഞ്ഞോളൂ, നല്ല കാര്യമല്ലേ. നമുക്ക് ഓരോ അനുഭവങ്ങളൊക്കെ വേണമല്ലോ, എല്ലാം പഠിക്കണമല്ലോ. എന്നാലല്ലേ പിന്നീടുള്ള ജീവിതത്തിൽ അത് ഉപകാരപ്രദമാകൂ.
അതും പറഞ്ഞ് അയാൾ ഒരു കള്ളച്ചിരി പാസാക്കി. അത് കേട്ട് നമിത ഒന്ന് മൂളുക മാത്രം ചെയ്തു. അരവിന്ദൻ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ? നമിത ചോദിച്ചോളൂ. അരവിന്ദൻ നീ കൈക്കൊണ്ട് അതൊക്കെയുണ്ടോ? അത് കേട്ടതും നമിതയ്ക്ക് വല്ലാതായി. നമിത എന്താ അച്ഛാ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ. അരവിന്ദൻ ഇതൊക്കെ എന്താ? ഇതൊക്കെ സാധാരണയല്ലേ? പണ്ടൊക്കെ ഇത് വലിയ ആനക്കാരൻ പോലെയല്ലേ കണ്ടിരുന്നത്? ഇതൊക്കെ സിമ്പിൾ അല്ലേ? പറ, ഉണ്ടോ അത്? നമിത ഒന്ന് പോയ അച്ഛാ. അരവിന്ദൻ പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? എനിക്ക് മനസ്സിലായിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഒരു 5 മിനിറ്റ് മാത്രം മതി ഒരു തവണ. പിന്നെ ഞാൻ നിനക്ക് നല്ലൊരു സമ്മാനവും തരാം. ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഓട്ടോറിക്ഷ കൊണ്ടുവരാം. എന്നിട്ട് എവിടെയെങ്കിലും പോകാം. എന്തു പറയുന്നു? നമിത നമുക്ക് വേറെ വലുതും സംസാരിച്ചൂടെ? ഈ വിഷയം വിടാം. അരവിന്ദൻ നീ മടിക്കേണ്ട. എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞോളൂ. എന്തുണ്ടെങ്കിലും പറഞ്ഞോ. സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ജീവിതം ഒന്നേയുള്ളൂ. അത് ആസ്വദിക്കാനുള്ളതാണ്. അച്ഛൻ ആഗ്രഹിക്കുന്നത് നിനക്ക് നല്ല ജീവിതം കിട്ടാനും പഠിച്ച് വലിയ മിടുക്കിയാവാനും വേണ്ടിയാണ് കേട്ടോ. ഞാനല്ലേ പറയുന്നേ. ഒരു കുറച്ചു നേരം മാത്രം മതി. ടെൻഷൻ അടിക്കേണ്ട. അമ്മയൊന്നും അറിയില്ല, ആരും അറിയില്ല. അതൊക്കെ കേട്ടപ്പോൾ നമിത കുറച്ചു നിമിഷത്തേക്ക് മൗനമായി. സത്യത്തിൽ അവൾക്കും വല്ലാതായി തുടങ്ങിയിരുന്നു. നമിത ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കുറച്ചു നേരത്തേക്ക് മാത്രം. അച്ഛൻ ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞില്ലേ? സമ്മാനം എനിക്ക് ഐഫോൺ വാങ്ങിത്തന്നാൽ മതി. അത് എപ്പോഴാ വാങ്ങിത്തരിക? അത് കേട്ടതും അയാൾക്ക് വലിയ സന്തോഷമായി. അരവിന്ദൻ ഐഫോൺ ഞാൻ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ തന്നെ വാങ്ങിത്തരാം പോരെ? മാത്രമല്ല നാളെ വേറൊരു സമ്മാനം ഞാൻ നിനക്ക് തരുന്നുണ്ട്. ഐഫോണിനേക്കാൾ വലിയൊരു സമ്മാനം. അതും പറഞ്ഞ് അയാൾ ചിരിച്ചു. അത് കേട്ടതും നമിതയും ചിരിച്ചു. നമിത അപ്പോൾ ഐഫോൺ വാങ്ങിത്തരുമെന്ന് ഉറപ്പല്ലേ? അരവിന്ദൻ ഉറപ്പാ മോളെ. നാളെ കഴിഞ്ഞ് മറ്റന്നാളെ തന്നെ വാങ്ങിത്തരാം പോരെ? നമിത ഓക്കെ. അരവിന്ദൻ അപ്പൊ പറ, ഞാൻ എവിടെയാ വരേണ്ടത്? ഗോവിന്ദന്റെ ഓട്ടോറിക്ഷ കൊണ്ടുവരട്ടെ? നമിത എൻ്റെ കോളേജിൻ്റെ അടുത്ത് ഒരു കാട് പിടിച്ച ഒരു ഇടവഴിയില്ലേ, അവിടെ വന്നാൽ മതി. അവിടെ ആവുമ്പോൾ ആരും ഉണ്ടാവില്ല. നല്ല അടിപൊളി സ്ഥലവുമാണ്. നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ. അത് കേട്ടതും അയാളുടെ മനസ്സിൽ കുളിര് കയറി. അരവിന്ദൻ മിടുക്കി, നീ ആള് കൊള്ളാലോ. അങ്ങനെ അവർ സംസാരിച്ച് ഫോൺ വെച്ചു. നാളത്തെ കാര്യമോർത്ത് അരവിന്ദന് ഒരുപാട് സന്തോഷമായി. അയാൾ ഓരോ സങ്കല്പങ്ങൾ മെനഞ്ഞു. നാളെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ കാണിക്കണം, അതാക്കണം, ഇതാക്കണം എന്നൊക്കെ അയാൾ ചിന്തിച്ചു കൂട്ടി. അങ്ങനെ പിറ്റേന്ന് അയാൾ നമിതയുടെ കോളം കാത്തു നിന്നു. അവൾ ഉച്ചയ്ക്കാകുമോ വിളിക്കുക, അതോ വൈകിട്ടായിരിക്കുമോ? അതും ചിന്തിച്ചുകൊണ്ടായിരുന്നു അയാളുടെ നടത്തം. പിന്നെ കൂട്ടുകാരനോട് പറഞ്ഞ് ഓട്ടോറിക്ഷ കുറച്ചു നേരത്തേക്ക് തരണമെന്ന് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവളുടെ കോൾ വന്നതും അയാൾ അതിയായ സന്തോഷത്തോടെ കോൾ എടുത്തു. നമിത ഹലോ അച്ഛ, വരുന്നില്ലേ? അരവിന്ദൻ വരാം മോളെ. എവിടെയാ വരേണ്ടത്? നമിത ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അവിടെ തന്നെ വന്നാൽ മതി. അരവിന്ദൻ ശരി. അങ്ങനെ അയാൾ ഫോൺ വെച്ചു. പിന്നെ ഓട്ടോറിക്ഷയും എടുത്ത് പറത്തി വിട്ടു. നമിത പറഞ്ഞ സ്ഥലമെത്തിയതും അയാൾ ഓട്ടോയിൽ നിന്നും ഇറങ്ങി അവളെ വിളിച്ചു. അരവിന്ദൻ നീ ഇതെവിടെയാ? നമിത ഞാൻ ഇവിടെയുണ്ട്. ഈ കാടിൻ്റെ കുറച്ച് മുൻപോട്ടേക്ക് വാ. അപ്പോൾ ഇടത്തേക്ക് ഒരു ചെറിയ പാത കാണാം. ഞാൻ ഇവിടെയുണ്ട്. അത് കേട്ടതും അയാൾ വേഗം അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ നമിത അവിടെ ഒരു വെപ്രാളത്തോടെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അയാൾ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് സമ്മാനം കൊടുക്കാനായി തുടങ്ങിയതും നമിത പരിഭ്രമിച്ചു. ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ നമിത ചുറ്റും നോക്കി. പിന്നെ അയാളെ അങ്ങോട്ട് മാറ്റി സമയം കളയാനെന്ന പോലെ പ്രവർത്തിച്ചു. പക്ഷേ അയാൾ അത് കാര്യമാക്കാതെ സമ്മാനം എടുത്തും കൊടുത്തും കൊണ്ടിരുന്നു.
നമിത ആകെ വല്ലാതായി. അയാളുടെ കയ്യും മുഖവും അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അയാളപ്പോൾ അവിടെയൊന്നുമല്ല, മറ്റേതോ ലോകത്തിൽ മതിമറന്നു നിൽക്കുകയാണ്. അങ്ങനെ അല്പസമയം കടന്നുപോയി. സമ്മാനം കൊടുക്കുന്നത് അവസാന ഘട്ടമെത്തിയപ്പോൾ നമിത ആകെ വല്ലാതായി. അയാൾ അതിയായ സന്തോഷത്തോടെ ആർമാദിച്ചുകൊണ്ട് സമ്മാനദാന ചടങ്ങ് നിർവഹിക്കുകയാണ്. ഇനി ഇതുപോലുള്ള മഹാഭാഗ്യം ഒരിക്കലും കിട്ടിയില്ലെങ്കിലോ എന്നായിരുന്നു അപ്പോൾ അരവിന്ദന്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അയാൾക്ക് കിട്ടിയ അവസരം അയാൾ നല്ലപോലെ മുതലെടുത്തു. ഇത്രയും മതി സമ്മാനം എന്ന് പറഞ്ഞ് അത് നിർത്തണം എന്ന് നമിതയ്ക്ക് തോന്നിയെങ്കിലും ഇനിയും വേണം, ഇനിയും വേണം എന്ന് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറയുന്നത് പോലെ തോന്നി. എങ്കിലും ടെൻഷനോടെ നമിത ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പക്ഷേ ആരുമില്ല. പിന്നെ ഒരു ചിരിയോടെ അയാൾ എടുത്ത് വെക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവിടേക്ക് 4 പേര് ഓടി വന്നു. 2 ബോയ്സും 2 ഗേൾസും. അത് നമിതയുടെ ഫ്രണ്ട്സ് ആയിരുന്നു. രാകേഷ്, അമൽ, രോഹിണി, അശ്വതി ഇവരായിരുന്നു ഫ്രണ്ട്സ്. അവർ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും അരവിന്ദൻ ഒരു ഞെട്ടലോടെ പിന്മാറി. നമിത ഒരു ആശ്വാസത്തോടെ വേഗം എണീറ്റു. അപ്പോൾ നമിതയുടെ ഫ്രണ്ട്സ് ഒരു അമ്പരപ്പോടെ അവളെ നോക്കി. അപ്പോൾ അവൾ എല്ലാം നേരെയാക്കിയിട്ട് ദേഷ്യഭാവത്തിൽ പറഞ്ഞു, എന്താ എന്താ ഇത്ര ലേറ്റ് ആയത്? ഞാൻ മിസ് കോൾ ഇട്ടപ്പോൾ പെട്ടെന്ന് വന്നൂടായിരുന്നു. അതും പറഞ്ഞ് നമിത താഴെ കിടന്നിരുന്ന ഫോൺ എടുത്തു. അമൽ, സോറി ഡി, നീ പെട്ടെന്ന് തന്നെ കോൾ കട്ടാക്കിയപ്പോൾ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടില്ല, അതാ. രോഹിണി, നിനക്ക് ഒന്നുകൂടെ മിസ് കോൾ അടിക്കാമായിരുന്നില്ലേ? രാകേഷ്, അതെ, നീ എന്താ ഒരു മിസ് കോൾ മാത്രം ഇട്ടത്, അതും പെട്ടെന്ന് കട്ടാക്കിയില്ലേ? നമിത, നിങ്ങൾ എന്ത് മണ്ടത്തരമാ പറയുന്നേ? അപ്പോഴേക്കും ഇവിടെ തുടങ്ങിയില്ലേ? പിന്നെ എങ്ങനെയാ? എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റിയില്ല. അതും പറഞ്ഞ് നമിത അച്ഛനെ തുറച്ചു നോക്കിയതും ഇവിടെ ഇതെന്താ നടക്കുന്നത് എന്ന് മനസ്സിലാവാതെ അയാൾ കിളിപോയി നിൽക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരും ചേർന്ന് അയാൾക്ക് വേണ്ടത് കൊടുത്തും നല്ലപോലെ സമ്മാനം കൊടുത്തും പിന്നെ ഈ കാര്യമൊക്കെ എല്ലാവരെയും അറിയിച്ചു. അവർ ബുദ്ധിപൂർവ്വം എടുത്ത വീഡിയോയും വലിയ തെളിവായി. അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അത്രയും മാന്യത ചമഞ്ഞിരുന്ന അയാളെ ആരും കുറ്റം പറയില്ലായിരുന്നു. അങ്ങനെ അയാൾക്ക് നല്ല പണി കിട്ടി. പിന്നെ രഞ്ജിനി അയാളെ ഡിവോഴ്സ് ചെയ്തു. പിന്നെ ഒരു പദ്ധതിയിട്ടാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ശ്രദ്ധയില്ലായ്മയും സ്വാർത്ഥതയും കാണിക്കുന്ന കൂട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിച്ച് അകലം പാലിക്കാനും നമിത പഠിച്ചു.